ഇന്ന് പകൽ ദൈവജനത്തിൽ ധ്യാനിക്കാനായിട്ട് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അല്ലെങ്കിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. Once again, I invite everyone to receive the word for today's reading. Let's read from 2 Corinthians chapter 3 and verse 14. But their minds were blinded, for until this day remaineth the same veil untaken away in the reading of the Old Testament, which veil is done away in Christ. ആമേൻ. ഇവിടെ വചനത്തിൽ പറയുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. Here the word of God says that their minds were blinded. ഈ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം മൂടുപടം നീങ്ങാതിരിക്കുക. When we read the Old Testament, it says that it is like the veil is untaken away. The veil is not taken away. അത് മാറിപ്പോയി. But it has been removed. അപ്പോ മൂടുപടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. There's something about the veil. അത് ഒരു വസ്തുവിനെ മൂടിയിടുമ്പോൾ when we cover something with the veil. ഇപ്പോ ഇവിടെ ഒരാളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുക. Let's say there's a person in the front. അയാളുടെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടിരിക്കുക. And there is a veil on his face. മൂടുപടം ഇട്ടിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ ശരിക്കും വേദന എടുക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തെ കുത്തിയാൽ, if you do something to once you veil him, if you do something in such a manner that it will pain for him, ആ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. You will not be able to see the expression on the face. നമ്മൾ അദ്ദേഹത്തെ ചിരിക്കാനായിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യാണ്. Let's say we tickle him. നമ്മൾ തമാശ പറയുക. Let's say we crack a joke. അദ്ദേഹം ചിരിക്കുന്നത് നമുക്ക് കാണത്തില്ല. You will not be able to see the person laughing. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അതിന്റെ പുറകിൽ ആരോ ഉണ്ട്. But you know that there is someone behind the veil. ഈ പഴയ നിയമത്തിൽ സംഭവിച്ചൊരു കാര്യം, in the Old Testament, ദൈവം ആരാണെന്നുള്ള റിയൽ കാഴ്ചപ്പാടില്ലാതെ പോയി. There was no real revelation about who God is. പക്ഷെ ദൈവം ഉണ്ടെന്നറിയാം. But everyone knows there is God. ദൈവത്തിന് എന്നോടുള്ള മനോഭാവം എന്താ ഒരു ഐഡിയ ഇല്ല. But people had no idea about what was God's attitude towards me. അയ്യോ, ഇന്നലെ ഞാൻ പാപം ചെയ്തില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരു ഐഡിയ ഇല്ല. Oh, yesterday I committed sin, does God still love me? I do not know. കാരണം മൂടുപടം കിടക്കുക. Because there was a veil. അപ്പൊ ആ മൂടുപടത്തിന് പുറകിലിരിക്കുന്ന വ്യക്തിയുടെ എക്സ്പ്രഷൻസോ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡോ അദ്ദേഹത്തിന്റെ ചിരിയോ കരച്ചിലോ ഒന്നും കാണാൻ കഴിയുന്നില്ല. Because nothing about none of the reactions of the person who was behind the veil could be seen. എന്നാൽ 2014 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് എന്താണെന്നറിയാമോ? But do you know what happened 2014 years back? ക്രിസ്മസ് ആഘോഷിച്ച ആ നാളുകളിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? Do you know what happened in the first Christmas? ഇന്നുവരെ ദൈവത്തെ ശരിക്കും മനുഷ്യന് കാണാൻ വഴിയായിരുന്നു. Until now man could not see God. ദൈവം ആ മൂടുപടം അങ്ങ് എടുത്തു മാറ്റി. But God removed the veil. സംഭവിച്ച കാര്യം ഇതാണ്. This is what happened. ക്രിസ്തുവിൽ ആ മൂടുപടം നീങ്ങിപ്പോയി. In Christ the veil was taken away. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ, in other words, ഇന്നുവരെ ദൈവത്തിന് രൂപം കൽപ്പിച്ച് അതിന്റെ മേൽ മൂടുപടം ഇട്ടിരിക്കുകയായിരുന്നു. Until now there was this shape for God, but there was a veil and we could not see him. ക്രിസ്തു വന്നപ്പോൾ അത് മാറിപ്പോയി. But when Christ came, that changed. അത് മാറാൻ ഒരു റീസൺ ഉണ്ട്. And there's a reason why it changed. 17-ാം വാക്യം. Verse 17. Now the Lord is that Spirit, and where the Spirit of the Lord is, there is liberty. ആമേൻ. കർത്താവ് ആത്മാവാണ്. The Lord is that Spirit. അപ്പോൾ ഇന്നുവരെ അവർ കണ്ടിരുന്ന ആ ദൈവത്തിനൊരു രൂപവും ഭീകരമായ രൂപം അവർക്ക് വേറൊരു കാഴ്ചപ്പാടായിരുന്നു ദൈവത്തെക്കുറിച്ച്. Until now there was a different picture of God that was painted to man. എന്നാൽ അതെല്ലാം കൂടെ അങ്ങ് മാറി ക്രിസ്തുവില്. But in Christ all of that changed. കാരണം ക്രിസ്തു പറഞ്ഞു കർത്താവ് ആത്മാവാണ്, ദൈവം ആത്മാവാണ്. Because it was said that the Lord is the Spirit. അപ്പോൾ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where the Spirit of the Lord is, there is liberty. എവിടെയാണോ കർത്താവിന്റെ ആത്മാവുള്ളത് അവിടെ സ്വാതന്ത്യമുണ്ട്. Wherever the Spirit of the Lord is, there is liberty. അപ്പോൾ അവിടെ അവരവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് തുടങ്ങി. And people started experiencing their liberty. അപ്പോൾ ഈ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴല്ലേ മൂടുപടം അവിടെ കിടക്കുക. So every time you read the Old Testament, the books that was written in the Old Testament, you see that there is God, but He is veiled. പക്ഷേ മൂടുപടം ഉള്ളിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ചില്ല ആർക്കും. And because of this veil, no man is getting a real picture of who God is. പക്ഷേ അതിന്റെ നടുവിൽ, but in the midst of all that, ക്രിസ്തു വെളിപ്പെട്ടിട്ട് പറഞ്ഞു, when Christ came and He said, ആമേൻ, ഇനി നിങ്ങൾ ഇന്നുവരെ ആചരിച്ച ആചാരങ്ങളല്ല ദൈവം. And Christ said that until
The things that you did until now does not get you to God. ദൈവം ആത്മാവാകുന്നു. But God is a spirit. ദൈവം ആത്മാവാകുന്നു. God is a spirit. എന്നിട്ട് അടുത്ത് പറയുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. And then it says that where the spirit of the Lord is, there is liberty. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where the spirit of the Lord is, there is liberty. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോൾ And when it is said that where the spirit of the Lord is, there is liberty. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ലത്. It doesn't give you the freedom to do whatever you want. നമ്മൾ പറയാറില്ലേ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രീഡമാ. We say that once we get home, then you feel the freedom. നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാറില്ലേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എനിക്കുള്ള 2 കുഞ്ഞുങ്ങൾ അവർ പുറത്ത് എവിടെ കറങ്ങി നടന്നാലും I have 2 children and wherever they go outside, അവർക്ക് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനുമുള്ള ആ ഒരു സന്തോഷം വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങൾ. They are most comfortable at home. When they come home, they're happy. അവർക്ക് ചാടാനും ഓടാനും ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ കളിക്കാനുമുള്ള ഫ്രീഡം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. Because the freedom that they get to do whatever they want with us, to play, to have fun, it is not available anywhere else. വീട്ടിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. Within the house there are a lot of ഒരു limitations. ഷോപ്പിംഗ് മാളിൽ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തെ പോലെ അല്ല വീട്ടിനകത്ത്. For a home is not like a playground or a shopping mall. പക്ഷേ ആ പുറത്ത് അനുഭവിക്കുന്നതിനേക്കാളും ഫ്രീഡം വീട്ടിനകത്ത് അവർ അനുഭവിക്കുന്നത്. Although there is more space in a shopping mall or in a playground, they have more freedom at home. ഇവിടെ വചനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ You know what the word of God says? ദൈവം ആത്മാവാണ്. That the Lord is that ഈ spirit. ആത്മാവുള്ളിടത്ത് And where the spirit is, ആമേൻ നമ്മുടെ സാഹചര്യം മാറുക. it says, it talks about a change in our situation. വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. For ye have not received the spirit of bondage again to fear, but ye have received the spirit of adoption, whereby we cry, Abba, Father. അപ്പോൾ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? So where the spirit of the Lord is, what is there? എന്തുണ്ട്? ഫ്രീഡം അല്ലേ? ഫ്രീഡം ഉണ്ട്. ഈ കർത്താവിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? And what is our situation when the spirit of the Lord comes? കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിയല്ല, ദൈവത്തിന്റെ പൈതലാണ്. For once the spirit of the Lord is in us, we are no more a Christian, but we are a child of പിന്നെ God. നമ്മളൊരു മതത്തിന്റെ ഭാഗമല്ല. After that, it is not about a religion. പിന്നെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടുമല്ല നമ്മൾ. Neither is it about a community. നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുക. But we have been changed now into being children of the living അപ്പോൾ God. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? So what is there where the spirit of the Lord is? സ്വാതന്ത്ര്യമുണ്ട്. There is freedom. ഈ സ്വാതന്ത്ര്യത്തിന്റെ റീസൺ എന്താ? What is the reason for the freedom? കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുത്രത്വം എൻ്റെ അകത്ത് പ്രവേശിച്ചു. For when the spirit of the Lord comes, it comes with the spirit of adoption. ഇന്നുവരെ അടിമ ചങ്ങല കടന്നതാ. Until now I was a slave. ഇന്നുവരെ അപ്പാന്ന് വിളിക്കാൻ യോഗ്യതയില്ലാതിരുന്നതാ. Until now I could not call him Abba, പക്ഷേ Father. ഈ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോ, But when the spirit of God came in, ആത്മാവ് എന്നിൽ പ്രവേശിച്ചപ്പോ when the spirit of God came into my എന്റെ life, ജീവിതത്തിന്റെ നില അങ്ങോട്ട് മാറി. it changed me completely. ഇന്നുവരെ എന്നെ പിടിച്ചു വെച്ചിരുന്ന അധികാരം എന്നെ വിട്ടങ്ങ് പൊട്ടി. The slavery that I was under until now is now gone. ഇന്നുവരെ ഞാൻ അനുഭവിച്ച മറ്റു പല ഫ്രീഡം എനിക്കില്ലാതെയായി. But it also took away a lot of other freedoms that I was enjoying. പക്ഷെ കർത്താവിലായപ്പോ എന്റെ അകത്തൊരു ഫ്രീഡം ഉണ്ടായി. But when I am in Christ, the moment I got into Christ, inside of me there was a new freedom. അപ്പൊ ഞാൻ കർത്താവിലായപ്പോ ഞാൻ എങ്ങനായിട്ട് മാറി? സ്വതന്ത്രനായി. So what happened to me when I became into Christ? It gave me freedom. എന്റെ സ്വാതന്ത്ര്യത്തിന് കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലായതാ. And the reason why I am free is because I am a child of God. ദൈവ പൈതലായതാണ് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം. The foundation of my freedom is that I am a child of God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കർത്താവിന്റെ പൈതല ഒരിക്കലും ലജ്ജിക്കത്തില്ല. Tell the person next to you that I am a child of God and I will not be ashamed. ഒരിക്കലും ലജ്ജിക്കത്തില്ല. I will never be ashamed. ഞാൻ കർത്താവിന്റെ പൈതലായതുകൊണ്ട് ഒരു കാരണവശാലും ലജ്ജിക്കത്തില്ല. Since I am a child of God, I will never be ashamed. ആത്മാവിലൂടെ എങ്ങനെയാ ഫ്രീഡം ഉണ്ടായത്? How did the freedom come where there is the spirit? ആത്മാവ് ഉണ്ടായപ്പോൾ പുത്രത്വം എനിക്ക് ലഭിച്ചു. Because when the spirit came, the spirit came with the spirit of adoption. ഞാൻ വീട്ടിലെ ആളായിട്ട് മാറി. I became one inside the house. ഞാൻ ദൈവത്തിന്റെ മകനായിട്ട് മാറി. I became a child of God. അപ്പോൾ എന്റെ ആരാധന രീതി മാറാൻ തുടങ്ങി. And then my worship changed. ഞാൻ ഇന്നുവരെയും ചെന്ന്
Until now, എവിടെങ്കിലുമൊക്കെ പോയി I used to go somewhere. എന്തെങ്കിലുമൊക്കെ കണ്ടു, I used to see something. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, I used to say whatever I want. എന്തെങ്കിലുമൊക്കെ കേട്ടു, And I used to hear whatever I want. എനിക്കൊരു മാറ്റമില്ലാതെ ഇറങ്ങിപ്പോന്നു. And I came back without a change in my പക്ഷെ life. ഇതിൽ വ്യത്യാസം എനിക്കുണ്ടായത് എവിടാന്ന് വെച്ചാല്, But what happened when the Spirit of God came പുത്രത്വം എന്റെ അകത്ത് വന്നതോടുകൂടെ is that when the spirit of adoption came, എന്റെ ജീവിത രീതി മുഴുവൻ മാറാൻ തുടങ്ങി. it changed my life completely. ഓ, ദൈവ സന്നിധിയിൽ എത്തുമ്പോൾ തന്നെ ഞാൻ നാവ് തുറന്ന് സ്തുതിക്കാൻ തുടങ്ങും. Because when I walk into the presence of God, I cannot keep quiet. ഞാൻ പ്രതികൂലത്തിലാകുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം എന്നോട് ചേർന്ന് നടക്കുന്ന അനുഭവിക്കാൻ തുടങ്ങി. The moment I feel I'm in trouble, I could also feel the strong presence of God. പിശാചിനെ തൊടാൻ കഴിയത്തില്ലെന്ന് എന്റെ അകത്ത് ഉറപ്പായി. I had this assurance that the devil cannot touch me. ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ അകത്ത് വളരെ ശക്തമേറിയ ബോധ്യമായി. There is such an assurance that I'm not alone and God is with me. കാരണം ഞാൻ മകനായതോടുകൂടെ പിശാചിന് ഇനി എന്റെ മേൽ ക്ലെയിം ഇല്ല. Because now I'm the son and I'm walking with the father and devil has absolutely no right on me. പുത്രത്വം വന്നപ്പോൾ എന്റെ അകത്ത് ഫ്രീഡം ഉണ്ടായി. Because when the spirit of sonship came, there came a freedom. ഇവിടെ വചനം പറയുന്നു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. Here the word of God says that the spirit of God is inside of us. പഴയ നിയമത്തിൽ In the Old Testament, ദൈവം എന്തെങ്കിലും മോശയോട് സംസാരിക്കണമെങ്കിൽ, if God had to say something to Moses, മോശയോട് പറയും, മോശ എനിക്ക് സംസാരിക്കണം, and he would tell Moses, I want to talk to നീ you. മലയിലേക്ക് കയറി വാ. You walk up the mountain. മോശ റെഡിയാകും. And Moses will get തന്നെ തന്നെ പ്രിപ്പയർ ചെയ്യും. He will prepare himself. അവനെ തന്നെ ഒരുക്കും. And he will get ready. അതിനേക്കാളും വ്യക്തമായിട്ട് ജനത്തെ ഒരുക്കും. And he will also get his people prepared. എന്നിട്ട് മലയുടെ മുകളിൽ കയറി പോകും. Then he will go up the mountain. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴും And when he's there, അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ കഴിയത്തില്ല ദൈവത്തെ. When people from down they look up, they cannot see God. അതുപോലെ മല തേജസ് കൊണ്ട് നിറയും. In such a manner, the top of this mountain will be filled with the presence of God. അവിടെ പല ദിവസങ്ങൾ മോശയും ദൈവവുമായി സംസാരിക്കാൻ തുടങ്ങി. And Moses would spend many days over there, spending time talking to God. എന്നാൽ കർത്താവിന്റെ അടുക്കൽ ഒരിക്കൽ മോശ കയറിപ്പോയി. But once Moses went to see God, അപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്തു, കൽപ്പലകയിൽ തന്റെ കൽപ്പനകളെ എഴുതി കൊടുത്തു. and he wrote his 10 commandments on tablets of stone. ആ കൽപ്പനകൾ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വന്ന് മോശ സമാഗമന കൂടാരത്തിനകത്ത് നിയമപ്പെട്ടകത്തിനകത്ത് അത് വെച്ചു. And here comes Moses. He comes down and he keeps the tablets in the ark of God. ആ ആർക്ക് ഓഫ് കവനന്റിനകത്ത് ഉടമ്പടി പെട്ടിക്കകത്ത് അവൻ അത് വെച്ചു. He comes and keeps it in the ark of the covenant. ആ കവനന്റ് ആ പെട്ടകത്തിനകത്ത് അത് വെച്ച് കഴിഞ്ഞപ്പോ Once he kept it there, പിന്നെ ഒരു കാര്യം നടക്കാൻ തുടങ്ങി. then something happened. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയത് The presence of God would come down. ഇന്നുവരെ ജനത്തിന് കാണാൻ കഴിയാത്തവണ്ണം ഉയരത്തിലായിരുന്നു. It was in a place, in such a high place that the people could not see it. എന്നാൽ എപ്പോഴാണോ എഴുതപ്പെട്ട വചനം താഴെ വന്നത്, But the moment the written word came into the covenant, പിന്നെ ഒരിക്കലും ദൈവശബ്ദം കേൾക്കാനോ ദൈവ സാന്നിധ്യം കാണാനോ മോശ മലയിൽ കയറി പോയില്ല. after that it is not recorded that Moses ever went up the mountain to meet with God again. ഈ വചനത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരാൻ തുടങ്ങി. But the presence of God started coming into the ark of the covenant. അതാ ക്രിസ്മസ്. ഇനി നീ മുകളിലേക്ക് കയറി പോകണ്ട. Now you don't have to go up anymore. വചനം ജഡമായി തീർന്നു നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ, But if the word became flesh and if it is inside of അവിടെ you, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരുന്നത്. and that is where the glory of God അവിടെ comes down. ദൈവത്തിന്റെ മഹത്വം വസിക്കുന്നത്. That is where the glory of God comes ഒരു down. പ്രത്യേക സ്ഥലത്തല്ലത് Not in വസിക്കുന്നത്. a special place. എവിടൊക്കെ ദൈവത്തിന്റെ വചനമുണ്ടോ, Where the word of God is. എവിടെല്ലാം വചനത്തോട് പ്രതികരിക്കുന്ന സമൂഹമുണ്ടോ, Where there is a people that respond to the word of അവിടെ God. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും. There the presence of God will be felt. അവിടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. There the glory of God will be felt. അവിടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. There the presence of God will be felt. ഇനി മുകളിലേക്ക് കയറി പോവുകയല്ല. There is no need of going up anymore. ഇമ്മാനുവേൽ, But it's Emmanuel. ദൈവം നമ്മോട് കൂടെ. God with us. നീ എവിടെങ്കിലും ദൈവത്തെ തേടി പോകണ്ട. You don't have to go in search of God anymore. ഏതാ ശരിക്കുള്ള ക്രിസ്മസ് എന്നറിയാമോ? Do you know what is the real Christmas? യേശു പുൽത്തൊട്ടിയിൽ ജനിച്ചതല്ല യഥാർത്ഥ ക്രിസ്മസ്. It is not about a Jesus who was born in a manger. യേശു എന്നിൽ ജനിച്ചതാ യഥാർത്ഥ But let me ക്രിസ്മസ്. tell you, it's about Jesus having
having taken birth in you. ക്രിസ്മസ് ആഘോഷമാകുന്നത് പുൽക്കൂട്ടി ജനിച്ചപ്പോഴാ. Let me tell you, Christmas becomes a festival in the manger. എന്നാൽ ക്രിസ്മസ് അനുഭവമാകുന്നത് എന്നിൽ ജനിച്ചപ്പോഴാ. Because Christmas becomes an experience when he is born in you. എത്ര പേരുടെ ജീവിതത്തിൽ ഇത് ആഘോഷമാണ്, അനുഭവമാണ്? In how many of your lives is it a festival or is it an ആ experience? മഹത്വം എന്റെ അകത്തേക്ക് ഇറങ്ങി വന്നു. And the presence came down into my life. ആർക്കും കാണാൻ കഴിയാതിരുന്ന മഹത്വം, The presence that nobody had felt. ആർക്കും അടുത്തുകൂടാതിരുന്ന മഹത്വം, The presence to which nobody could go. അതാ കൽപ്പലകമേൽ ഇറങ്ങി വരാൻ തുടങ്ങി. It came down onto the tablets. എന്നാൽ അവിടെയും പ്രശ്നമുണ്ട്. But there also there is a ആ problem. മഹത്വം ഇറങ്ങി വരുന്നിടത്ത് When the presence come down, പാപവുമായി ആരെങ്കിലും പോയാൽ if anyone walks in with sin, ആ മഹാപുരോഹിതൻ അവിടെ വീണ് മരിക്കും. that high priest would fall down dead. ആ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും കയറി പോകാൻ പറ്റത്തില്ല. For nobody could walk into the most holy place. അതിന് പ്രത്യേക നിയോഗമുണ്ട്. Because only the appointed one could. അതിന് പ്രത്യേക ആചാരങ്ങളുണ്ട്. There was a ritual and there were disciplines in അതിന് place. പ്രത്യേകമായ ഒരുക്കങ്ങളുണ്ട്. There was this special discipline in place. എന്നാൽ 2014 വർഷങ്ങൾക്ക് മുമ്പ് But 2014 years ആ back, വചനം ജഡമായി താഴേക്ക് ഇറങ്ങി വന്നു. when that word became flesh, അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? you know what he said? നിന്റെ കുലം എനിക്ക് വിഷയമല്ല. It doesn't matter which tribe you നീ are from. പുരോഹിതനോ പാപിയോ എനിക്കതറിയണ്ട. Whether you are a priest or you are a sinner, it doesn't matter. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ Everyone who is weak and heavy laden, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. everyone come to me. എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. Everyone come to me. ഇന്നുവരെ കണ്ട് 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 Until now we were seeing പേടിച്ചിരുന്ന മഹത്വം and we were scared of this glory. ഭാരപ്പെടുന്നവരെ ആകർഷിച്ചിട്ട് പറഞ്ഞു, Now it is calling everyone who is weak and ഞാൻ heavy നിന്റെ laden. നില മാറ്റാൻ പോവാ. And he says, I will change you. ആ വചനത്തെ പലരും പറഞ്ഞത് എന്താണെന്നറിയാമോ? You know what? The people talked about this word. ആമേൻ. ഇന്നുവരെ ആര് ഹല്ലേലൂയ പാപികൾ അടുത്തു പോയി കഴിഞ്ഞാൽ കൊന്നുകളയുന്ന മഹത്വത്തെ കുറിച്ച് 2014 വർഷത്തിന് മുമ്പ് ജനം പറഞ്ഞത് എന്താണെന്നറിയാമോ? You know what? People talked about this presence of God to which people used to go and fall dead. ഇവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ അത്താഴം കഴിക്കുന്നു. This man is dining with the sinners and with the tax ഇന്ന് collectors. രാത്രി ഇന്ന് പകൽ നീ ഒരു കാര്യം തിരിച്ചറിയണം. Today I want you to know something. ഹല്ലേലൂയ മലമേലിരുന്ന മഹത്വം The glory that was on the mountain, നിയമപ്പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്നു. it came down to the ark. അപ്പോഴും മനുഷ്യന് ആമേൻ ഹല്ലേലൂയ കൈതൊടുന്ന നിലയിലായിട്ടില്ല. Even then man could not touch that glory. ആര് തൊട്ടാലും അവൻ മരിച്ചു പോകും. Because if you touch the ark, then you will fall എന്നാൽ dead. പുതിയ നിയമത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? But do you know what happened in the New ആ Testament? മഹത്വം ഇറങ്ങി വന്നപ്പോ When that glory came down, മരിക്കാൻ വിധി കൽപ്പിച്ച സ്ത്രീയെ, the woman who was destined to die, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, the woman who had to die for the sins that she had committed, നിയമത്തെ ഭേദിച്ചുകൊണ്ട്, she broke the law. അവൻ മനുഷ്യരുടെ കരത്തിലെ ശക്തിയെ ഭേദിച്ചുകൊണ്ട് She came across the hands of those who wanted to stone her. മരണവിധി പ്രഖ്യാപിച്ച അവളുടെ ഉള്ളില് When it was written that she had to die, ജീവനെ കൊണ്ടുവന്നു. it brought life into her. ഇനി വചനം അത് തന്നെയാ ചെയ്യുന്നത്. Today, this is what this word does. മരിച്ചു കിടക്കുന്ന അവസ്ഥകളെ മാറ്റുന്നതാ ഈ വചനം. It is something that changes every death situation. നിന്റെ കുടുംബം നിലം മരിച്ചതാണോ? Is your family a bad situation? നിന്റെ ഫിനാൻഷ്യൽ ഏരിയ മരിച്ചു കിടക്കുകയാണോ? Is your financial situation a dead one? അന്നാർക്കും മഹത്വത്തെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. For nobody could touch this എന്നാൽ glory during those എന്നാൽ ഈ days. മഹത്വം ഇന്ന് നിന്റെ അരികിലുണ്ട്. But today, let me tell you, this glory is next to you. തൊടത്തക്കവണ്ണം അടുത്ത, It is so close that you can touch it. പ്രവർത്തിക്കത്തക്കവണ്ണം അടുത്ത, It is so close that it can do something for you. തൊട്ടാൽ വ്യാപരിക്കുന്ന മഹത്വം. It is a glory that will come into your life. ഇന്നു വരെ നിന്നെ മരണവിധിക്ക് നാട്ടുകാർ എഴുതിയിട്ടെങ്കിൽ Let me tell you, if people are saying that you are destined to die, ആ മഹത്വം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. there is something that this glory will do. നിന്നെ ജീവിപ്പിക്കും. It will bring back life into you. കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാമോ? Can you give yourselves into the glory of God? ആമേൻ. Hallelujah. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ആരുടെ അകത്തുണ്ടോ In whoever there is the Spirit of God, അവരെല്ലാം കർത്താവിന്റെ മക്കളാ. all of them are the children of the living അവരെല്ലാം God. കർത്താവിന്റെ മക്കളാ. All of them are children of the living God. മക്കളെങ്കിൽ And if you are children, നിങ്ങൾ അവകാശികളാണ്. then you are heirs. നിങ്ങൾ അവകാശികളാണ്. And you are heirs. മക്കളെങ്കിൽ എന്ന് പറയുമ്പോ When it says if you are children, ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. I want you to know something. ആമേ ഇന്നിന്ന ആളുകൾക്ക് മക്കളാകാവുന്ന വ്യവസ്ഥയില്ല. It does not say
that only these people can become children. ആകാൻ എല്ലാവർക്കും അധികാരമുണ്ട്. Everyone can become children. ഉപയോഗിക്കുന്നവന് വിടുതലാണ്. But if you need to know how to become a child. ഞാൻ എത്ര 10,000-കണക്കിന് ഡോളർ വിലയുള്ള പെർഫ്യൂമിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നാലും how much ever expensive the perfume is that is in my pocket, അത് എനിക്കും പ്രയോജനം ഉണ്ടാകത്തില്ല, എന്റെ അടുത്ത് വരുന്നവർക്കും പ്രയോജനം ഉണ്ടാകത്തില്ല. it is of no use to me or to the people around me. പക്ഷെ എപ്പോഴാണോ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നത്, എപ്പോഴാണോ അത് സ്പ്രേ ചെയ്യുന്നത്, അപ്പോഴാണ് അത് എനിക്ക് പ്രയോജനമായി മാറുന്നത്. It is when I use the perfume that it brings a fragrance to me and to the people who come in touch with me. നിന്റെ സാമ്പത്തിക മേഖലയിൽ നിനക്ക് പുത്രത്വത്തിന്റെ അധികാരം ഉപയോഗിച്ചാൽ, in your financial area, if you will use the spirit of adoption, അതിന് നിന്റെ മേൽ വാഴത്തില്ല. it will your weaknesses will not be over you അതിന് anymore. നിന്റെ മേൽ വാഴത്തില്ല. It will not be over you anymore. ജയമായിട്ട് നടത്താൻ ഈ ദൈവം He മതിയായവനാണ്. will guide you into victory. നമ്മളെ വെളിപ്പെടുത്തണമെങ്കിൽ If you have to reveal yourself, പ്രതികൂലങ്ങളിൽ നിങ്ങൾ പ്രതികരിച്ചാൽ മതി. you have to react to your situations. പ്രശ്നങ്ങളിൽ നിങ്ങൾ പ്രതികരിച്ചാൽ, If you react to your situations, നിങ്ങൾ വെളിപ്പെടും. you will be revealed. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ But if you keep quiet, അവിടെ കർത്താവ് വെളിപ്പെടും. God will be revealed. കേട്ടില്ല? You didn't hear me. പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ, If you will keep quiet in your troubled situations, കർത്താവ് വെളിപ്പെടും. God will be revealed. കർത്താവ് പറയും, ഞാനിവിടെ ഉണ്ട്. God will say, I am here. എന്റെ നാണം കെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. I will not let you be നീ ashamed. നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. I will not let you be നീ ashamed. തകർന്നു പോകാൻ ഞാൻ I സമ്മതിക്കത്തില്ല. will not let you perish. ആമേൻ. ഒരു പക്ഷേ ഹല്ലേലൂയ, നീതി നിന്റെ മുമ്പിലുണ്ട്, പ്രതികരിച്ചേ പറ്റുന്നുള്ള സിറ്റുവേഷൻ ആണോ? Probably you are in a situation where you have to respond. പ്രിയപ്പെട്ടവരെ, നിന്റെ മാന്യത സ്വർഗ്ഗത്തിൽ നിന്നാ വരുന്നേ. Let me tell you, my beloved, that your honor comes from above. മനുഷ്യനല്ല നിന്നെ മാനിക്കുന്നത്. It is not about man's honor. നിന്നെ മാനിക്കേണ്ടവർ മാറി നിൽക്കുമ്പോ When the people who should be honoring you ഒരു move away, കാരണവശാലും ഭാരപ്പെടരുത്. don't worry at all. അവരെക്കാൾ വലിയ സ്ഥലത്ത് മാനിക്കാൻ കർത്താവിന് കഴിയും. There is someone who can honor you in a manner that is far greater than what people can do. ഇത് വെറുതെ പറയുന്നല്ല, I'm not telling you this just. ജീവിതത്തിലെ അനുഭവമാണ്. I'm talking about my life experience. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് ഫ്രീഡം ഉണ്ട്. For where the Spirit of God is, there is freedom. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where the Spirit of God is, there is freedom. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where the Spirit of God is, there is freedom. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മഹത്വം എവിടെ ഇറങ്ങി വന്നെന്നറിയാമോ? You know where this presence of God came down? ഹല്ലേലൂയ. Hallelujah. ആമേൻ. പ്രിയപ്പെട്ടവരെ, പത്രോസും ഹല്ലേലൂയ യോഹന്നാനും കൂടെ സുന്ദര ദേവാലയ ഗോപുരത്തിലേക്ക് പോയി. My beloved, Peter and John were ദേവാലയത്തിലേക്ക് പോയി. At the temple. അവർ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ സുഖമില്ലാതിരിക്കുക. On the way they saw someone who was not well. പത്രോസ് അവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, Peter takes hold of his hand. എന്റെ കയ്യിൽ നിനക്ക് തരാൻ വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. Silver and gold have I none. പക്ഷേ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. But in the name of Jesus, rise up and walk. അകത്ത് കിടന്ന പെർഫ്യൂം സ്പ്രേ ചെയ്തു. The perfume was used. എന്താ സംഭവിച്ചെന്നറിയാമോ? You know what happened? ഈ പത്രോസ് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ആത്മാവിന്റെ നിറവ് പ്രാപിച്ചവനാണ്. Peter was filled with the Spirit a few days back. ഈ കൈ പിടിക്കപ്പെട്ടവൻ ചാടി എഴുന്നേറ്റു. The one whose hand was held rose up from അവൻ ദേവാലയത്തിനകത്ത് പോയി. he went into the temple. ഹല്ലേലൂയ. യോഹന്നാന്റെയും പത്രോസിനും കൂടെ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. The Bible records that he went and he was jumping up and down and he was worshiping God along with Peter and John. Praise the Lord. Hallelujah. Praise the Lord. Amen. അപ്പോൾ ദൈവ മഹത്വം എവിടെ ഇരിക്കുന്നേ? So where is the presence of God? പത്രോസിന്റെ നാവിലായിരുന്നേ. It was in his tongue, in Peter's tongue. പത്രോസ് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. Peter said, in the name of Jesus, rise up and walk. പറഞ്ഞ സെക്കൻഡ് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. And that very moment the presence of God came down. പറഞ്ഞ സെക്കൻഡിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. The very presence, the power of God came down. മുടന്തന്റെ അകത്തിരുന്ന ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടാൻ തുടങ്ങി. And the glory of God that was inside that lame man started coming out. ചിലപ്പം ചിലര് പറയാറുണ്ട്, Sometimes people say, ഓ ദൈവത്തിന്റെ മഹത്വത്തിന് അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. we cannot go anywhere close to the വായിക്കാം presence of റോമാ God. ലേഖനം 8-ാമത്തെ 20-ാമത്തെ വാക്യം. Romans 8 and verse 20. ഇംഗ്ലീഷിൽ അടുത്ത വാക്യം. Because creature itself also shall be delivered from the bondage of corruption into the glorious liberty of the children of God. ഗ്ലോറിയസ് ലിബർട്ടി. It talks about a glorious liberty. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യവും മഹത്വവും. We talked about freedom and glory. അപ്പോ എന്താണ് ദൈവത്തിന്റെ മഹത്വം? What is the glory of God? അയാള് കർത്താവിനെ അനുസരിച്ചില്ല, അതുകൊണ്ടാ പൊട്ടിയെ.
We say that this person did not listen to what God said, and that's why he's not doing well. വീട്ടുകാരെ അനുസരിച്ചില്ല, അതുകൊണ്ടാ മേടിച്ച കണ്ടോ. He didn't. This guy did not listen to his parents. See what happened to him. ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട് അനുഭവിക്കുന്നുണ്ടോ. See what is happening to him because he didn't listen to God. ചിലരെന്നാ പറയുന്നറിയാമോ? You know what people say? ഞാൻ അവിടുന്ന് കരഞ്ഞിട്ട് ഇറങ്ങിയതാ. People say that I cried when I came out. ഒത്തിരി കരച്ചിലുകാരുണ്ട് ഈ നാട്ടില്. There are a lot of people who cry. ഞാൻ കരഞ്ഞതുകൊണ്ട് ആ കണ്ണുനീര് ഫലിക്കുമെന്ന്. Because I cried, my teardrops fell there, and so that will become a curse. അത് പിശാചിന്റെ ഡയലോഗാ. Let me tell you, that is straight from hell. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ മേൽ അനാവശ്യമായി ഒരു തുള്ളി കണ്ണുനീര് ഏക്കത്തില്ല. Let me tell you that no curse, absolutely no curse will come anywhere close if you have been bought with the price of God. എഴുതി വെച്ചോ, ദിവസങ്ങൾക്ക് നീ അത് കാണും. Write it down and see it happen. നീ കർത്താവിന്റെ രാജ്യത്തിൽ ഇറങ്ങിയതാണെങ്കിൽ, because if you are walking in the glory of the kingdom of God, ഇന്നും പഴയ നിയമത്തിൽ കിടക്കുന്ന പുതിയ നിയമ വിശ്വാസിയുണ്ട്. There are some New Testament believers who still dwell in the Old Testament. ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. We say this has happened, so that happened. പക്ഷെ വചനം എന്താ പറയുന്നറിയാമോ? You know what the word of God says? ദൈവമക്കളുടെ തേജസ് എന്താണെന്നറിയാമോ? You know what is the glory of God? അവരുടെ ഫ്രീഡമാണ്. It is their freedom. അവരുടെ ഫ്രീഡമാണ്. It is their freedom. ഇന്നു വരെ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ മുന്നോട്ട് വിടാതെ കെട്ടിയിരുന്നത് ഇന്ന് മഹത്വം ഇറങ്ങുമ്പോൾ പൊട്ടാൻ പോവാ. Today, whatever was holding you back from going forward, let me tell you, when the presence of God comes down, that will break and you will go forward. മഹത്വം ഇറങ്ങുമ്പോൾ പൊട്ടാൻ പോവാ. When the glory of God comes down, മഹത്വം ഇറങ്ങുമ്പോൾ പൊട്ടാൻ പോവാ. when the glory of God comes down, മഹത്വം ഇറങ്ങുമ്പോൾ ഇന്ന് പകലത് പൊട്ടാൻ പോവാ. today it will happen. ആമേൻ. ഗ്ലോറി എന്താണെന്നറിയാമോ? You know what is the glory? കർത്താവ് പാഠം പഠിപ്പിച്ച് കണ്ടോ? See what God did to him. അതല്ല ദൈവമഹത്വം. That is not the glory of God. നിന്റെ സ്വാതന്ത്ര്യമാണ്. For God's glory is freedom. നിന്റെ വിടുതലാണ്. It is your deliverance. നിന്റെ ഉയർച്ചയാണ്. It is your promotion. നിന്റെ ഉയർച്ചയാണ്. It is your promotion. നീ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. And you will get exactly. വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4:18. 2 Corinthians chapter 4 and verse 18. While we look not at the things which are seen, but at the things which are not seen. For the things which are seen are temporal, but the things which are not seen are eternal. അങ്ങനെ ഇവിടെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ കാണാത്തതിനെ അത്രേ നോക്കുന്നത്. Here the word of God says that we are looking for those things that we do not see. കാണാത്തതിനെ എങ്ങനെ നോക്കുന്നേ? How can we see the things that we don't see? അതാ ദൈവവൈതൽ. That is the child of God. അടുത്തിരിക്കുന്ന ആളുകൾ കാണാത്തതിനെ നോക്കാൻ പഠിക്കണം. Tell the person next to you that you need to start seeing the things that you cannot see. ഇച്ചിരി പാടാ, Not so easy, പക്ഷെ അത് പഠിക്കണം. but you need to learn. കാണാത്തതിനെ. You have to see the unseen. ഹല്ലേലൂയ. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. You have to see the unseen. കാണാത്തതിനെ നോക്കാവോ? Can you see the unseen? കാണാത്തതിനെ നോക്കാവോ? Can you see the unseen? ദൈവമഹത്വം നിനക്ക് കാണാൻ പറ്റത്തില്ല, നോക്കാവോ? You cannot see the glory of God, but can you see it? ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് A newborn baby, ഒരു 90 days കഴിയുന്ന വിഷൻ ക്ലിയർ ആണ്. until 90 days their vision is not clear. പക്ഷേ ആ 90 ഡേയ്സും കുഞ്ഞ് കാണുന്നുണ്ട് എന്തൊക്കെയോ. All those 90 days there's a blurred vision. പക്ഷെ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ ഈ 90 ഡേയ്സ് കഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടല്ലോ, But after 90 days, കുഞ്ഞുങ്ങളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലിക്കത്തില്ല. you don't see their eyes moving. പകരം എന്തേലും നോക്കി അതേ തന്നെ നോക്കി. After that they concentrate on one thing. Praise the Lord. Hallelujah. ജനിച്ചു വീണപ്പോൾ നീ ചിലതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്ന പോലെ കാണുമായിരുന്നു. Earlier when you were just born, you were seeing a lot of things. പക്ഷെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായി. But when you started seeing, there was a difference. സൂക്ഷിച്ചു നോക്കുക. You have to look carefully. കാണാത്തതിലേക്ക് നോക്കുക. Look at those things that are unseen. ഒരു ജയത്തിലേക്ക് നോക്കുക. Look at your victory. ഒരു വിടുതലിലേക്ക് നോക്കുക. Look at your deliverance. അത്ഭുതത്തിന്റെ ആരംഭമായി കഴിഞ്ഞു. For this is the beginning of the miracle. അത്ഭുതത്തിന്റെ ആരംഭമായി കഴിഞ്ഞു. This is the beginning of the miracle. ഒരു ഉണർവ് വീട്ടിലുണ്ടാവുന്നത് കാണുക. You see a revival in your home. വീട്ടിനകത്ത് ഒരു റിവൈവൽ കാണുക. See that revival in your home. സഹോദരങ്ങളുടെ മേൽ കാണുക. See it on your brother. മാതാപിതാക്കളിൽ
കാണാം. See it in your family. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അത് കാണാം. See it in your beloved's life. കാണാത്തതിനെ നോക്ക്. You have to see the unseen. കാണാത്തതിനെ നോക്ക്. You have to see the unseen. ആമേൻ. കർത്താവ് നിന്നെ വിളിച്ചത് ആത്മാവിലെ ഫ്രീഡത്തിലേക്കാ. For he has called you into a freedom in the spirit. നീ നാണം കെടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. He will not let you be ashamed. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Let's all stand up in the presence of the living എല്ലാവർക്കും God. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Let's all stand up in the presence of the living Praise God. God. Hallelujah. Hallelujah. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി, My beloved, whatever might be your situation, കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ അരികിലുണ്ട്. the presence of God and the glory of God is just next to you. അതാ ഇമ്മാനുവേൽ. That is Emmanuel. അതാ ഇമ്മാനുവേൽ. That is Emmanuel. ഇന്ന് നിങ്ങൾ കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നെങ്കിൽ, If you will let go of your heart and give it unto ഒരു God, പുതിയ സൃഷ്ടിയാക്കി ഓണർ ചെയ്യാൻ കർത്താവ് മതിയായവനായിട്ട് ഇതിന് നടുവിലുണ്ട്. He is more than capable of honoring you by making you a new creation. നിന്നെ ഉയർത്തുന്ന കർത്താവ് ഇതിന് നടുവിലുണ്ട്. The one who promotes you is here. നിന്നെ മാനിക്കുന്ന കർത്താവ് ഇതിന് നടുവിലുണ്ട്. The one who honors you is here. ഓ, മാന്യതയിൽ നടത്തുന്ന കർത്താവ് ഇതിന് നടുവിലുണ്ട്. The one who takes you into greater honor. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ പൊട്ടട്ടെ. Let every curse be broken. ഡിമോണിക് ആയിട്ടുള്ള വാക്കുകൾ പൊട്ടട്ടെ. Let every demonic expression break. നിനക്കെതിരെ പറഞ്ഞ ശാപവാക്കുകൾ പൊട്ടട്ടെ. Let every curse be broken. നിനക്കെതിരെ ചിന്തിച്ച ചിന്തകൾ പൊട്ടട്ടെ. Let every thought against you be broken. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് കണ്ണുനീരൊഴുക്കി കണ്ണുനീരിന്റെ വലിയ ശക്തികൾ അഴിയട്ടെ. Let every teardrop that was shed due to നിനക്കെതിരെ പറഞ്ഞ വാക്കുകളുടെ ശക്തി പൊട്ടട്ടെ. let every word that is spoken against you be ക്രിസ്തുവിന്റെ broken. ജീവൻ നിന്റെ അകത്ത് വെളിപ്പെടട്ടെ. Let the life of Jesus be revealed in you. അത് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിന്നെ നടത്തട്ടെ. Let it take you to greater promotion. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. we are declaring this. ഞങ്ങളുടെ ജയത്തെ പ്രഖ്യാപിക്കുന്നു. We are declaring our victory. അത്ഭുതത്തെ പ്രഖ്യാപിക്കുന്നു. Declaring a miracle. ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. We will be promoted for താഴ്ച sure. പ്രാപിക്കത്തില്ല. We will not get demoted. മാന്യമായി ഞങ്ങൾ നടത്തുന്ന കർത്താവ് The God who will take us ഞങ്ങളുടെ forward. ഉള്ളിൽ വസിക്കുന്നുകൊണ്ട് For he is in our lives. ഞങ്ങൾ താഴ്ച പ്രാപിക്കത്തില്ല. So we will not be demoted. ഉയർച്ച തന്നെ പ്രാപിക്കും. We will be promoted for അങ്ങനെ sure. കർത്താവ് ചെയ്തതിനെ സ്തോത്രം. God is doing it. for sure. യേശുവിൻ നാമത്തിൽ പിതാവേ. In Jesus' name, amen. 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 Praise God.